ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ ഇന്നൊരു സ്കൂളിലെ ദിവസമാണ് രാവിലെ, അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഊത്തപ്പമാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ബീട്രൂട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും വലിയ ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ബീട്രൂട്ടും വേണമെങ്കിൽ ചേർക്കാം ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട്. അത് ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ക്യാരറ്റും വലിയ ഉള്ളിയും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ ദോശമാവിലേക്ക് ചേർത്തിട്ട് ഇളക്കി മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചട്നി പരിപാടി നോക്കാം. അപ്പോൾ ചട്നിക്ക് ഇതാ തേങ്ങയും പിന്നെ വറ്റൽമുളക് കേട്ടോ ചേർക്കണം. വറ്റൽമുളകും ഉപ്പും ചെറിയ ഉള്ളി സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാണ്. ഈ മുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 2 എണ്ണേ ചേർക്കണുള്ളൂ. മുളകൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ചേർക്കണത്. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ചട്നി അരയ്ക്കണത്. ഇനി നമുക്കിത് ചട്നിയിലേക്ക് വറവിടാം. അപ്പോൾ അത് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് കടുകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വീഡിയോ എടുത്തരുന്നത് ഉണ്ണിക്കുട്ടനാണ്. അപ്പോൾ അവൻ രാവിലെ എണീച്ച് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടിട്ടൊന്നു. ഇപ്പോൾ നമുക്കത് അതിലേക്ക് ചട്നി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചട്നി ഇവിടെ ആക്കണ നേരത്തെ തന്നെ അപ്പുറത്ത് ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഊത്തപ്പായിട്ട് അതിൽ ചുട്ടെടുക്കാം. ഇതിൽ വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ പച്ചമുളകൊക്കെ ചേർക്കാവുന്നത് തന്നെയാണ്. ഞാൻ പക്ഷേ കുട്ടികൾക്ക് കൊടുക്കാൻ ഉള്ളതുകൊണ്ടാണ് പച്ചമുളകൊന്നും ചേർക്കാത്തത്. പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല സംഭവമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ. ശകരം നെയ്യ് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. നെയ്യ് എന്താണെന്നറിയോ, മഴയൊക്കെ ആയതുകൊണ്ടേ തണുപ്പല്ലേ, കട്ട പിടിച്ചിരിക്കുക കേട്ടോ. കുറേ കുടഞ്ഞിട്ടാണ് എനിക്ക് വീണത് എൻ്റെ നിന്ന്. അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ണിക്കുട്ടനുള്ളത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മണിക്കുട്ടനെ എണീച്ചിട്ട് പോലും ഇല്ല. ഉണ്ണിക്കുട്ടനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അവനിന്ന് സ്കൂളുണ്ടല്ലോ. അപ്പോൾ അവന് സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ള ചോറും കുഴയ്ക്കുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവന് നെയ്യും ചോറാണ് കൊടുക്കാറ്. ഉപ്പും നെയ്യും ഇട്ട് കുഴച്ച ചോറും പിന്നെ കുഴയ്ക്കുപ്പേരിയാണെന്ന് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊക്കെ അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അവനുള്ള ദോശ 2 എണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.